ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തീർച്ച മാത്സ് അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 സെറ്റ്സ് എന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടാണ്. നമുക്ക് ആദ്യമായി എന്താണ് സെറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറയുന്നുണ്ട്, എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സ് ആൻഡ് വി ക്യാൻ യൂസ് curly bracket for representing a set. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മൾ സെറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 2 3 4 5 വരുന്നു. ബി എന്ന സെറ്റ് എന്ന് പറയുന്നത് AEIOU, that is the set of vowels, and C is Monday, Tuesday, some days of a week. Next we are going to study representation of sets. Sets എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോമാണ്, അല്ലെങ്കിൽ അതിനെ ടാബുലാർ ഫോം എന്ന് പറയും. ഇതിൽ നമ്മൾ എല്ലാ എലമെൻസിനെയും ലിസ്റ്റ് ചെയ്താണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10. നോക്കൂ, എ എന്ന് പറയുന്ന സെറ്റിൽ കണ്ടോ, ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10 ഏതൊക്കെയാണ്? 2 4 6 8. അതെല്ലാം കോമായിട്ട് വേർതിരിച്ച് എഴുതുക ആൻഡ് കേർലി ബ്രാക്കറ്റിനകത്ത് എഴുതുക. സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമാണ്. ഇതിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ദ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സെറ്റിനെ നമുക്ക് എങ്ങനെ പറയാം? സെറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ ലെസ് ദാൻ 10. സോ ദീസ് ആർ ദ ടു types of representation of sets. ഓക്കെ, ക്ലിയർ? പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സിനെ പറ്റിയാണ്. ഫസ്റ്റ് വൺ ഈസ് എംപ്റ്റി സെറ്റ് അഥവാ നൾ സെറ്റ് എന്നും ഇതിനെ പറയും. എ സെറ്റ് വിത്ത് നോ എലമെൻറ്റ്സ്, ഒരു സെറ്റിനകത്ത് ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയാം. അത് നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ എ സെറ്റ് ഓഫ് മന്ത്സ് വിത്ത് 32 ഡേയ്സ്, അല്ലേ? ഏതെങ്കിലും മന്തിൽ 32 ഡേയ്സ് വരുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് സെറ്റ് ഈസ് എംപ്റ്റി. സെക്കൻഡ് വൺ ഈസ് ഫൈനൈറ്റ് സെറ്റ്, എ സെറ്റ് വിത്ത് എ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. എക്സാമ്പിൾ 2 4 6 8. അതായത് ഇതിനകത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ, നമുക്ക് കൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നതായിരിക്കും. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4 എന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. എന്തായിരിക്കും? പേരിൽ തന്നെയുണ്ട്, എ സെറ്റ് വിത്ത് ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ 1 2 3 എക്സെട്ര അപ് ടു അങ്ങനെ പോവില്ലേ? അപ്പോൾ നമുക്കതിൻ്റെ ഒരു എൻഡ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. സോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈക്വൽ സെറ്റ്സ് ആണ്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Two sets are equal if they have exactly the same elements. അതായത് രണ്ട് സെറ്റ്സിലെയും എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. അതായത് ഇവിടെ എയും ബിയും സെറ്റ്സ് തന്നിട്ടുണ്ട്. നോക്കൂ, 1 2 3 ആണെങ്കിൽ ഇത് തിരിച്ചെഴുതിയെങ്കിലും എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്, അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് സെറ്റ് എ ആൻഡ് ബി ആർ ഈക്വൽ. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വലൻ്റ് സെറ്റ്സ് ആണ്. ഇവിടെ 2 സെറ്റ്സ് ആർ സെഡ് ടു ബി ഇക്വലൻ്റ് ഇഫ് ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇവിടെ രണ്ട് സെറ്റ്സ് ഇക്വലൻ്റ് ആകണമെങ്കിൽ അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയാൽ മതി. നോക്കൂ, എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 എന്ന് പറയുന്ന 3 എലമെൻറ്റ്സും ബി എന്ന സെറ്റിൽ അഗെയിൻ 3 എലമെൻറ്റ്സ് ആണ്. സോ നമ്പർ ഓഫ് എയും നമ്പർ ഓഫ് ബിയും സെയിം ആണ്. സോ ദേ ആർ ഈക്വലൻ്റ് സെറ്റ്സ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സബ്സെറ്റ് എന്നാണ്. നോക്കാം. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ബിലോങ്സ് ടു ബി ദെൻ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അതായത് ഇപ്പോൾ എയിലെ എല്ലാ എലമെൻറ്റ്സും ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റിലെ എല്ലാ
എലമെൻറ്റിനോട് തുല്യമാണെങ്കിൽ, മീൻസ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടെങ്കിൽ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാം. അത് ഇങ്ങനെ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സബ്സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്രോപ്പർ സബ്സെറ്റ് എന്നാൽ ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കണം ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കണം, ദെൻ എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എ ഈക്വൽ ടു സെറ്റ് 1 2ഉം ബി എന്ന് പറയുന്നത് സെറ്റ് 1 2 3യുമാണെങ്കിൽ എ ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ഇവിടെ നമുക്ക് ഈ സിമ്പലാണ് പ്രോപ്പർ സബ്സെറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്നാണ്. ദ സെറ്റ് കണ്ടെയ്നിങ് ഓൾ ഒബ്ജക്ട്സ് അണ്ടർ ഡിസ്കഷൻ. അതായത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ യു എന്ന ലെറ്റർ യൂസ് ചെയ്യാം. അതായത് ഇവിടെ സെറ്റിനകത്ത് 1 2 3 എക്സെട്ര അപ് ടു 10 വരെ കൊടുത്തിരിക്കുന്നു. ഇതിനെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആണ്. എന്താണ് പവർ സെറ്റ് എന്ന് നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ഗിവൺ സെറ്റ്. ഇഫ് എ സെറ്റ് ഹാസ് n elements, then number of elements equal to 2 raised to n. അതായത് എ എന്ന് പറയുന്ന സെറ്റാണ് എയും ബിയും. ഇതിൻ്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ സബ്സെറ്റുകൾ എന്ന് പറയുന്നത് നൾ സെറ്റ് വരും, അല്ലെങ്കിൽ സെറ്റിനകത്ത് എ തന്നെ വരാം, സെറ്റ് ബി തന്നെ വരാം, സെറ്റ് എ ബി വരാം. ഇതെല്ലാത്തിൻ്റെയും സെറ്റുകളെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2 raised to n. ഇവിടെ 2 raised to നമ്മുടെ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2. അതാണ് n എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് 2 ആണിവിടെ. സോ 2 raised to 2 is 4. സോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം നിങ്ങൾ ഓർക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. സോ അതുവരേക്കും ബൈ.